അനശ്വര നടൻ ജയൻ മലയാളികൾക്ക് ഇപ്പോഴും ഒരു ദുഃഖമാണ്. സാഹസിക രംഗങ്ങളിൽ ഡ്യൂപ്പില്ലാതെ അഭിനയിക്കുന്ന ജയൻ. അതാണ് ജയൻ എന്ന സമവാക്യത്തിന് കാരണം. ജയൻ കത്തിജ്വലിച്ചിരുന്ന കാലത്ത് രണ്ട് യുവ സൂപ്പർ താരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പ്രേംനസീറും മധുവും സീനിയർ സൂപ്പർ താരങ്ങൾ. രണ്ട് യുവ സൂപ്പർ താരങ്ങളിൽ ഒരാൾ സോമനും മറ്റൊരാൾ സുകുമാരനും ആയിരുന്നു. സുകുമാരനും ജയനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു, നല്ല കെമിസ്ട്രി ആയിരുന്നു. പക്ഷേ സോമനും ജയനും തമ്മിൽ നല്ല ബന്ധം അല്ലായിരുന്നു. സോമനും ജയനും തമ്മിലുള്ള ബന്ധം പലപ്പോഴും ശിഥിലമായിക്കൊണ്ടിരുന്നു. കോളക്കം എന്ന ജയൻ്റെ അവസാന ചിത്രത്തിൻ്റെ, ജയൻ അഭിനയിച്ച അവസാന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് സോമൻ ഫാൻസുകാർ സോമനെ ആദരിച്ചത് ജയന് വലിയ തിരിച്ചടിയായി മാറി. ജയന് കിട്ടാത്ത ആദരവാണ് അന്ന് സോമന് കിട്ടിയത്. അത് ജയന് നോവായി മാറി. അതുകൊണ്ടാണത്രേ ജയൻ ആദ്യം ചിത്രീകരിച്ച ഷോട്ട് വീണ്ടും ചിത്രീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. നിർമ്മാതാവിനോടും സംവിധായകനോടും അദ്ദേഹം അത് ആവശ്യപ്പെട്ടു. ചിത്രീകരിച്ച ഷോട്ട് വീണ്ടും ചിത്രീകരിക്കുക, അത് വലിയൊരു കടമ്പയാണ്, അത് വലിയൊരു സമസ്യയാണ്. പക്ഷേ വീണ്ടും ആ ഷോട്ട് ചിത്രീകരിച്ചപ്പോഴാണ് ജയൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞത്. സോമൻ കോളക്കം എന്ന ജയൻ അഭിനയിച്ച അവസാന ചിത്രത്തിൽ, ജയൻ മരണമടഞ്ഞ ചിത്രത്തിൽ ജയന് തുല്യമായ വേഷം തന്നെയാണ് ചെയ്തത്. സുകുമാരൻ അതേപോലെയുള്ള വേഷം തന്നെയാണ് ചെയ്തത്. സുകുമാരനും ജയനും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു, നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ സോമനും ജയനും തമ്മിൽ എക്കാലവും അകന്ന് നിന്നിരുന്നു. സോമൻ അഭിനയത്തിൻ്റെ സീമകളിലൂടെ സഞ്ചരിച്ച നടനാണ്. ജയൻ അമിതാഭിനയം എന്തെന്ന് മലയാളികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത നടനുമാണ്. ജയൻ്റെ ഏത് ചിത്രങ്ങളിലും കാണാം അമിതാഭിനയത്തിൻ്റെ ലാഞ്ചന. പക്ഷേ സോമൻ്റെ ചിത്രങ്ങളിൽ അമിതാഭിനയം എന്നത് ഒരു വീൺവാക്ക് മാത്രമാണ്. അമിതാഭിനയം സോമന് പഥ്യമല്ല. എന്തായാലും ജയൻ പോയി, സോമൻ പോയി, സുകുമാരൻ പോയി. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഇത് പറയുന്നു എന്നൊരു ചോദ്യം സിനിമാ കേരള പ്രേക്ഷകർ എന്നോട് ചോദിച്ചേക്കാം. അതൊക്കെ ഒരു കാലത്തെ ചരിത്രമായിരുന്നു. അതൊക്കെ ഒരു കാലത്ത് മാധ്യമപ്രവർത്തകർ എഴുതിയ വാർത്തകളായിരുന്നു. സോമൻ ഷോളാവാരത്ത് എത്തുന്നു. ഈ ജയൻ്റെ അപകടം നടന്ന ഷോളാവാരം എന്ന ഹെലികോപ്റ്റർ ഗ്രൗണ്ടിൽ എത്തുന്ന സോമന് ആരാധകർ ഹാരാർപ്പണം നടത്തുന്നു. ഇത് കണ്ട ജയന് അസ്വസ്ഥത ഉണ്ടാകുന്നു. ചിത്രീകരിച്ച രംഗം വീണ്ടും ചിത്രീകരിക്കാൻ ജയൻ ആവശ്യപ്പെടുന്നു. വീണ്ടും ചിത്രീകരിക്കേണ്ട ബാധ്യത നിർമ്മാതാവിൽ വന്നു ചേരുന്നു. വീണ്ടും ചിത്രീകരിച്ചപ്പോൾ ജയൻ്റെ അപകടമരണം അവിടെ സംഭവിച്ചു. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ജയൻ്റെ അപകടമരണത്തിന് പിന്നിൽ. ഈഗോ ക്ലാഷ് കൊണ്ടുണ്ടായ ഒരു അപകടമരണം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇപ്പോൾ ഈ സ്റ്റോറി ഞങ്ങൾ സിനിമാ കേരളയിലൂടെ വിടുമ്പോൾ ഒരിക്കലും പ്രേക്ഷകർ അത് സ്വീകരിക്കില്ല എന്നെനിക്കറിയാം. പ്രേക്ഷകർക്ക് കൂടുതൽ ചൂടേറിയ വാർത്തകളാണ് വേണ്ടത്. പക്ഷേ ഈ വാർത്ത കൂടി കണ്ടു നോക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി സിനിമാ കേരള ഇന്നത്തെ ദിവസം പൂർത്തിയാക്കുന്നു.